ഇതുപോലൊരു സാധനത്തിനോട് ഞാനിങ്ങനെ അഡിക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണുള്ളതെന്ന്. ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ്. ഇതാണ് എന്റെ വാരണാസി ഫുൾ വ്ലോഗ്. അയോധ്യയിൽ നിന്ന് നേരെ ട്രെയിൻ എടുത്ത് വാരണാസിയിൽ വന്നു. അവിടെ വന്നത് പുലർച്ചയ്ക്കാണ്. അവിടെ നിന്ന് കിട്ടിയ ഓട്ടോയും കൊണ്ട് നേരെ ഒരു റൂം എടുക്കാൻ വന്നു. പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ റൂം എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോസ്റ്റലാണ് ചൂസ് ചെയ്തത്. റൂം 600 രൂപയ്ക്കാണ് ഈ ഹോസ്റ്റൽ ഒരു ദിവസത്തേക്ക് നമുക്ക് കിട്ടുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ ഇത്ര ചീപ്പാണ് ഇവിടെ സ്റ്റേ എന്നുള്ളത്? ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പിന്നെ ഒന്ന് നോക്കിയാൽ നല്ല ഉറക്കം ഉള്ളതുകൊണ്ട് അപ്പം തന്നെ റൂം എടുത്തു, ഒന്ന് കിടന്നുറങ്ങി. ഒരു 6 മണിക്കൂർ ഉറങ്ങി, പിന്നെ എണീച്ചു. പിന്നെ നേരെ നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങി. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്ന എവിടെയാണെന്ന് അറിയാലോ? നമ്മൾ വാരണാസിയിൽ വന്ന ആദ്യം തന്നെ നമ്മൾ കാലഭൈരവന്റെ അടുത്ത് പോകണം. കാലഭൈരവന്റെ അടുത്ത് ചെന്ന് പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. എന്നാ പിന്നെ നമ്മളെ തെറ്റിക്കുന്നില്ല, നമ്മളും അങ്ങനെ തന്നെ ചെയ്തു. കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടുത്തെ ദർശനം കിട്ടാൻ, എന്നാലും നമ്മൾക്ക് എങ്ങനെയൊക്കെയോ കിട്ടി. അതും കഴിഞ്ഞ് പിന്നെ അടുത്ത് എന്താണെന്നറിയാലോ? ലസ്സി. അതാണ് ഇവിടുത്തെ വേറൊരു മെയിൻ സംഭവം. അടിപൊളി ഒന്നും പറയാലോ. ഇവിടെ വന്ന് നിങ്ങൾ എത്ര ലസ്സി കുടിക്കാൻ പറ്റൂ അത്രയും ലസ്സി കുടിക്കണം ഗൈസ്. ഇത്ര അടിപൊളിയാണ് ഇവിടുത്തെ ലസ്സി. അമൃതാണ്, അമൃത്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അതിന്റെ അടുത്ത് തന്നെ ഒരു മൃത്യുഞ്ജയ ടെമ്പിൾ ഉണ്ട്. അവിടെ പോയി. അവിടെ ഒരുപാട് പേര് സ്വന്തമായിട്ട് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയും കണ്ട് അവിടുത്തെ ദർശനം എടുത്ത് നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു ഓൾറെഡി. കാരണം നമ്മൾ ഇറങ്ങാൻ തന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ വാരണാസിയിൽ താലിയാണ് കഴിച്ചത്. ഇതൊക്കെയാണ് താലിയിൽ വരുന്നത് ഗൈസ്. അടുത്തത് നമ്മൾ അങ്ങനെ പോകുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ്. എവിടെയെന്നല്ല, നമ്മൾ വേറെ എവിടെയല്ല, നമ്മൾ കാശിനാഥനടുത്തേക്കാണ് പോകുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക്. അതിന്റെ അകത്തേക്ക് ഫോട്ടോവും ഫോണും ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്കെല്ലാം അവിടെ പുറത്തുള്ള ലോക്കറിൽ വെക്കണം. അതുകൊണ്ട് എല്ലാം വെച്ചു. എന്നിട്ട് നമ്മൾ ദർശനവും അധികം തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ കാലഭൈരവന്റെ അടുത്ത് പോയി അത്രയും തിരക്കൊന്നും ഉണ്ടായില്ല. നല്ലൊരു ദർശനവും തിരിച്ച് പുറത്ത് വന്നു. പിന്നെ നമ്മൾ നേരെ ഒരു ഈവനിങ് ഒക്കെ ആയി. പിന്നെയും നമ്മൾ ലസ്സി കുടിച്ചു ഗൈസ്. അത് പിന്നെ എവിടെ കണ്ടാലും വിടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഗട്ടുകളിലേക്ക് പോയി. ഇവിടുത്തെ ഗട്ടിനെ കുറിച്ച് അറിയാത്തവർക്ക്, ഇവിടെ കാശിനാഥ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ളത് ഈ ഗട്ടുകളാണ്. ഇവിടെ മൊത്തം 84 ഗട്ടുകളുണ്ട്. ഓരോ ഗട്ടുകളും നടന്നു തന്നെ കാണണം. അതിന്റെ ഓരോ ഭംഗി അത് നമ്മൾ നടന്നു കണ്ടാൽ മാത്രമേ അറിയൂ. പിന്നെ ഇവിടെയുള്ള അടുത്ത സംഭവമാണ് ഈ ഗംഗാരതി. വൈകുന്നേരം വരുന്നത് ഗംഗാരതി, രാവിലെ ഉള്ളത് സുബായി ബനാറസ് ആണ്. അപ്പം അതും കൂടെ കാണാൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു യാത്ര. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സമയമുണ്ട്. ഒരു 6:30 ആകുമ്പോഴേ ഈ ഒരു ആരതി തുടങ്ങുള്ളൂ. അതുവരെ നമ്മൾ അതിനടുത്തുള്ള മണികർണിക ഘട്ടൊക്കെ കണ്ടു. മണികർണിക ഘട്ടിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഗംഗാ ആരതി. ഇതിപ്പോ ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ എന്താ ഇത്ര കാണാനുള്ളത്? ഒരു സാധാരണ ഒരു പബ്ലിക് നടത്തുന്ന പൂജ. എന്നാൽ ഇത് അതിലൊക്കെ മേലെയാണ്. എനിക്കിത് എങ്ങനെ പറഞ്ഞിടുന്നറിയില്ല. പ്യൂർ ആയിട്ടുള്ള ഒരു പീസാണ് അവിടുന്ന് കിട്ടുന്നത്. ഭയങ്കര സമാധാനം കിട്ടും. നമ്മളത് മുഴുവനും കണ്ടിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും നേരിട്ട് തന്നെ പോയി കാണും. വാരണാസി പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ്. സൗണ്ടോട് കൂടെ തന്നെ ഒന്ന് കേട്ടോയിക്കോളൂ. അങ്ങനെ ഗംഗാരതിയും കണ്ട് നമ്മൾ നേരെ ബോട്ടിലാണ് തിരിച്ച് റൂമിലേക്ക് വരുന്നത്. അവിടെ ഒരു 15 മിനിറ്റ്സ് എടുക്കുള്ളൂ ബോട്ടിൽ വരാൻ. ബോട്ടാണ് ഇവിടുത്തെ ഏറ്റവും കൺവീനിയന്റ് ആയ ട്രാൻസ്പോർട്ടേഷനും കൂടി. അങ്ങനെ ബോട്ടിൽ നല്ല അടിപൊളി വൈബിൽ നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്തത് അസ്സിഘട്ടിലാണ്. അസ്സിഘട്ടിലായിരുന്നു നമ്മുടെ റൂം. അങ്ങനെ അവിടെ എത്തി നമ്മൾ രാത്രിത്തെ ഫുഡായിട്ട് മോമോസ് ആണ് ട്രൈ ചെയ്തത്. എന്നിട്ട് നേരെ റൂമിലേക്ക് പോയി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീക്കണതായിട്ടുണ്ടായിരുന്നു. സോ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.